നാഗമണിക്ക് എപ്പിസോഡ് 73 എല്ലാവർക്കും സ്വാഗതം. ആ സമയം മാന്ത്രിക ശക്തിയിലൂടെ മോഹിനി അവരെ കാണുകയാണ്. മോഹിനി അവരോട് 6 മണിക്കൂർ മാത്രമേ പാറു ജീവിച്ചിരിക്കുകയുള്ളൂ. കുറച്ചു കഴിയുമ്പോൾ പാറുവിന്റെ ശരീരം മുഴുവൻ വിഷം പടരും. പിന്നെ പാറുവിനെ രക്ഷിക്കാൻ കഴിയില്ല. പാറുവിനെ രക്ഷിക്കാനുള്ള മാന്ത്രിക മരുന്ന് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയാം. ആ സ്ഥലത്തിന്റെ മാപ്പ് വേണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയുകയാണ് മോഹിനി. ആദ്യമൊന്നും മോഹിനിയുടെ ഡിമാൻഡ് സമ്മതിക്കാത്ത ശങ്കർ പാറുവിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കുന്ന ശങ്കർ മോഹിനിക്ക് വാക്കു കൊടുക്കുകയാണ്. അപ്പോൾ മോഹിനി ശങ്കറിനോട് മോഹിനിയുടെയും രാക്ഷസിന്റെയും വിവാഹത്തിനിടാനുള്ള മോഹിനിയുടെ വിവാഹ ഡ്രസ്സ് ആ പാലസിലുള്ള എല്ലാവരുടെയും തുണികൾ ചേർത്ത് വെച്ച് തച്ചതായിരിക്കണം. ആ ഡ്രസ്സാണ് മോഹിനി വിവാഹത്തിനിടുന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന രംഭ മോഹിനിയോട് അവരുടെ ഡ്രസ്സ് എല്ലാം കൂടി ചേർത്ത് വെച്ച് തച്ച് ചേച്ചി എന്തിനാണ് വിവാഹത്തിനിടുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അവരെല്ലാവരും മോഹിനിയുടെ കൺട്രോളിലാവുമെന്ന് പറയുകയാണ് മോഹിനി. ശേഷം ശങ്കർ അവിടെയുള്ള എല്ലാവരുടെയും ഡ്രസ്സുകൾ ചേർത്ത് വെച്ച് ഒരു പുതിയ ഡ്രസ്സ് തച്ച് മോഹിനിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ശങ്കറിന്റെ കയ്യിൽ ഡ്രസ്സ് ഇരിക്കുന്നത് കാണുന്ന മോഹിനി കയ്യിലിരിക്കുന്ന മാപ്പ് ശങ്കറിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മാപ്പ് ശങ്കറിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ശങ്കർ മോഹിനിയുടെ കയ്യിൽ വിവാഹ ഡ്രസ്സ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴി ശങ്കർ എത്രയും പെട്ടെന്ന് പാർവിനെ രക്ഷിച്ചിട്ട് ഈ വിവാഹം മുടക്കണമെന്ന് പറയുകയാണ് ശങ്കർ. മറുവശത്ത് മോഹിനി ഈ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഒരിക്കലും ശങ്കറിന് മരുന്നുമായി തിരിച്ചു വരാൻ കഴിയില്ല. ചന്ദ്രഗ്രഹണം തുടങ്ങിയാൽ എന്റെ വിവാഹം നടക്കും. തടസ്സമാകാൻ ശങ്കർ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് മോഹിനി. ഈ സമയം പാറു ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചുറ്റും ഇരുന്ന് മുത്തശ്ശിയും ബബ്ലിയും സൗദാമിനിയും സീമയും ലഖനും പാറുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ പച്ചില മരുന്നുള്ള സ്ഥലത്ത് വരുന്ന ശങ്കറിന്റെ മുന്നിൽ 3 ഡോറ് കാണുകയാണ്. ഏത് ഡോറ് വഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് ആലോചിച്ച് കൺഫ്യൂഷനിൽ ശങ്കർ നിൽക്കുമ്പോൾ അവിടെ ഒരു ഗുരുജി വരുന്നു. ഗുരുജി ശങ്കറിനോട് മരുന്ന് കിട്ടണമെങ്കിൽ 3 സ്റ്റെപ്പ് ജയിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പായ ഈ 3 ഡോറിന്റെയും പുറകിൽ അപകടമാണ് കാത്തിരിക്കുന്നതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ പാറുവിന് വേണ്ടി ചാകാനും തയ്യാറാണെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഡോറിലൂടെ പോവുകയാണ് ശങ്കർ. ഈ സമയം പാറു ഉറങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പാട്ടും ഡാൻസും ചെയ്യുകയാണ്. കൂടെ ബബ്ലിയുടെ കഥ പറച്ചിലും. എല്ലാം കേട്ട് ചിരിച്ചിരിക്കുകയാണ് പാറു. മറുവശത്ത് മോഹിനി വിവാഹത്തിനായി ഒരുങ്ങുകയാണ്. ശേഷം മണ്ഡപത്തിൽ രാക്ഷസനുമായി വരുന്നു. തുടർന്ന് പാറുവിന്റെ കയ്യിൽ വരെ വിഷം പടരുകയാണ്. പാറു ഉറങ്ങുകയാണ്. പെട്ടെന്ന് വിഷം പാറുവിന്റെ കഴുത്ത് വരെ എത്തുന്നു. ഈ സമയം 3 സ്റ്റെപ്പും അതിസാഹസികമായി കംപ്ലീറ്റ് ചെയ്ത് ശങ്കർ പച്ചിലയുള്ള സ്ഥലത്ത് വരികയാണ്. പക്ഷേ അവിടെ കുറെ പച്ചില ഉള്ളത് കൊണ്ട് ശങ്കർ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും പാറുവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ശങ്കർ പകുതി നാഗമായി മാറുന്നു. എന്നിട്ട് എല്ലാ പച്ചിലകളിൽ നിന്നും കുറച്ച് ശങ്കർ കയ്യിലെടുക്കുകയാണ്. ശേഷം ശങ്കർ നാഗമായി മാറി പാലസിലേക്ക് പോവുകയാണ്. ഈ സമയം വിവാഹ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറുവശത്ത് പാറുവിന്റെ ചെവി വരെ വിഷം പടരുകയാണ്. അതെല്ലാം കണ്ട് പേടിക്കുന്ന അവരെല്ലാവരും പാറുവിനെ വിളിക്കുകയാണ്. എത്ര വിളിച്ചിട്ടും പാറു കണ്ണു തുറക്കാത്തത് കൊണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ആ സമയം അവിടെ ശങ്കർ വരുന്നു. പാറുവിന്റെ അവസ്ഥ കാണുന്ന ശങ്കർ പാറുവിന്റെ കാലിൽ നിന്നും വിഷം എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. എന്നിട്ട് ശങ്കർ കയ്യിലിരിക്കുന്ന വിഷം അവിടെയുള്ള പച്ചിലകളിലെല്ലാം ഇടുകയാണ്. അപ്പോൾ ഒരു പച്ചില ഒഴിച്ച് ബാക്കി എല്ലാ പച്ചിലയും കരിഞ്ഞു പോവുകയാണ്. അത് കാണുന്ന ശങ്കർ കരിയാത്ത പച്ചില എടുത്തുകൊണ്ട് പാറുവിന്റെ അടുത്ത് പോയിട്ട് പാറുവിന്റെ വായിൽ പച്ചില ഞെരടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പതുക്കെ പതുക്കെ പാറു കണ്ണു തുറക്കുകയും പാറുവിന്റെ ശരീരത്തിലെ വിഷമെല്ലാം പോവുകയും ചെയ്യുന്നു. ശേഷം മോഹിനിയുടെ വിവാഹം തടയാൻ വേണ്ടി രണ്ടുപേരും പാലസിൽ നിന്ന് പോവുകയാണ്. മറുവശത്ത് ഈ സമയം വിവാഹ ചടങ്ങുകൾ തുടങ്ങുകയാണ്. രംഭ ബുക്ക് നോക്കി ഓരോ മന്ത്രം പറയുകയും ചടങ്ങുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. മോഹിനി ദുൽജന്തുമായി ഹോമത്തിന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങി വന്നതിന് ശേഷം മോഹിനിയുടെ തുണിയിൽ നിന്നും കുറച്ച് തുണി മുറിച്ച് ഹോമത്തിലെ തീയിൽ ഇടുകയാണ്. അപ്പോൾ തീയിൽ നിന്ന് ഒരു ശക്തി മോഹിനിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ സമയം പാലസിൽ മുത്തശ്ശി കുഴഞ്ഞു വീഴുകയാണ്. മുത്തശ്ശിയുടെ ശക്തിയാണ് മോഹിനിക്ക് കിട്ടിയത്. തുടർന്ന് മോഹിനിയുടെ മണ്ഡപത്തിന്റെ പുറത്ത് വരുന്ന ശങ്കറിനും പാറുവിനും ഡോർ തുറക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ശങ്കർ ഒരു ആയുധം ഉപയോഗിച്ച് ഡോർ തുറക്കാൻ നോക്കുമെങ്കിലും അതും പരാജയപ്പെടുന്നു. ഈ സമയം രണ്ടാമത് ഹോമത്തിന് ചുറ്റും കറങ്ങുന്ന മോഹിനി ഡ്രസ്സിൽ നിന്ന് ഒരു പീസ് കീറി തീയിലിടുമ്പോൾ സൗദാമിന് തലയിറങ്ങി വീഴുകയാണ്. മറുവശത്ത് പാറുവും ശങ്കറും കഴുത്തിലെ മാലയുടെ ശക്തി ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്ത് കയറുകയാണ്. ആ സമയം മോഹിനി മൂന്നാമത്തെ പീസ് തുണിയും തീയിലിടുകയാണ്. അപ്പോൾ ലഖനും മയങ്ങി വീഴുന്നു. ശങ്കറും പാറുവും മണ്ഡപത്തിന്റെ അകത്ത് കയറാൻ നോക്കുമെങ്കിലും അവർക്ക് അതിന് കഴിയുന്നില്ല. അവിടെ ഒരു മാന്ത്രിക വലയം ഉണ്ടായിരുന്നു. തുടർന്ന് മോഹിനി 4ാമതും തുണി തീയിലിടുമ്പോൾ ബബ്ലി തലയിറങ്ങി വീഴുകയാണ്. 5ാമത് വലത് വന്ന് ഹോമത്തിലെ തീയിൽ തുണിയിടുമ്പോൾ സീമയും കുഴഞ്ഞു വീഴുന്നു. ഇതെല്ലാം കാണുന്ന പാറുവിന് രംഭയുടെ കയ്യിലിരിക്കുന്ന ബുക്ക് നശിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് മനസ്സിലാക്കുന്ന പാറു രംഭയുടെ കയ്യിൽ നിന്ന് ബുക്ക് പിടിച്ചു വാങ്ങാൻ നോക്കുകയാണ്. ബുക്ക് പാറുവിന് കിട്ടാതിരിക്കാൻ വേണ്ടി രംഭ ബുക്കും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ സമയം 6ാമത് ചുറ്റി വരുന്ന മോഹിനി ശങ്കറിനെ നോക്കി ഹോമത്തിലെ തീയിലേക്ക് തുണിയിടുമ്പോൾ ശങ്കറിന്റെ ശക്തി മുഴുവൻ മോഹിനിക്ക് കിട്ടുകയാണ്. അപ്പോൾ ശങ്കർ കുഴഞ്ഞു വീഴുന്നു. ശേഷം അവർ രണ്ടുപേരും 7ാമത്തെയും അവസാനത്തേതുമായ ചടങ്ങായ ഹോമത്തിന് ചുറ്റും വലത് വരികയാണ്. ശങ്കറിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. ഈ സമയം പാറു യഥാർത്ഥ രക്ഷസിന്റെ
രാക്ഷസിന്റെ ബുക്ക് കണ്ടുപിടിച്ച് ആ ബുക്ക് കത്തിക്കുകയാണ്. ഇതേ സമയം തന്നെ മോഹിനി ഒരു പീസ് തുണി തീയിലിട്ട് കത്തിക്കുകയും ചെയ്യുകയാണ്. പാറുവിന്റെ ശക്തി മോഹിനിക്ക് കിട്ടുന്ന സമയം തീ അണയുകയാണ്. തീ അണഞ്ഞത് കണ്ട് വിഷമിച്ചിരിക്കുകയാണ് മോഹിനി. അത് കാണുന്ന ശങ്കർ മോഹിനിയോട് ഇതെല്ലാം പാറു ചെയ്തതാണെന്നും മോഹിനി തോറ്റുപോയി എന്നും ചന്ദ്രഗ്രഹണം തീരാറായി വിവാഹം നടന്നില്ല എന്നൊക്കെ പറയുകയാണ് ശങ്കർ. അതെല്ലാം കേട്ട് വിഷമവും ദേഷ്യവും വരുന്ന മോഹിനി രാക്ഷസനെയും കൊണ്ട് അപ്രത്യക്ഷമാവുകയാണ്. ആ സമയം അവിടെ വരുന്ന ശങ്കറും പാറുവും സന്തോഷത്തോടെ നിൽക്കുന്നു. മറുവശത്ത് തോൽവി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വാശിയോടെ നിൽക്കുകയാണ് മോഹിനി. പാലസിലുള്ള 5 പേരുടെയും ശക്തി മോഹിനിയിലുണ്ട്. ശേഷം പാലസിൽ വരുന്ന ശങ്കറും പാറുവും അവിടെ എല്ലാവരും ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. അത് കാണുന്ന ശങ്കറും പാറുവും അവരെ എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ആ സമയം അവിടെ രംഭയും മോഹിനിയും രാക്ഷസനും വരുന്നു. ശങ്കറിനെ രാക്ഷസൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ശങ്കർ രാക്ഷസനുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് പാറു നാഗമാകുമെന്ന് മനസ്സിലാക്കുന്ന മോഹിനി ശക്തി പ്രയോഗിച്ച് 5 പേര് നിൽക്കുന്ന സ്ഥലം ചതുപ്പാക്കുകയാണ്. അവരെല്ലാവരും താഴ്ന്നു പോവുകയാണ്. ശങ്കറിനെ രാക്ഷസൻ അടിക്കുകയാണ്. ശങ്കറിന് ശക്തി ഇല്ലാത്തത് കൊണ്ട് ശങ്കറിനൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന പാറു മോഹിനിയുടെ വിവാഹം നടക്കാനിരുന്ന മണ്ഡപത്തിൽ നിന്ന് കറുത്ത കുങ്കുമം എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് കുങ്കുമം മോഹിനിയുടെ നേരെ എറിയുന്നു. അപ്പോൾ മോഹിനിയുടെ ഉള്ളിലുണ്ടായിരുന്ന അവരുടെ ശക്തിയെല്ലാം ശങ്കറിന്റെ ഫാമിലിക്ക് തിരിച്ചു കിട്ടുകയും അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം വളരെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് മോഹിനി. ഇനി ഇവിടെ നിന്നാൽ ജീവൻ ആപത്താവുമെന്ന് മനസ്സിലാക്കുന്ന രംഭ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ സമയം ശങ്കറിന് ശക്തികൾ തിരിച്ചു കിട്ടുകയും ശങ്കർ രാക്ഷസനെ അടിക്കുകയും ചെയ്യുകയാണ്. അത് കാണുന്ന പാറു കയ്യിലിരിക്കുന്ന കുങ്കുമം രാക്ഷസന് നേരെ എറിയുകയാണ്. കുങ്കുമം കാരണം രാക്ഷസൻ ദുൽചന്ദിന്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നു. ഇതെല്ലാം കാണുന്ന മോഹിനി അപ്രത്യക്ഷമായി പോകുന്നു. ശേഷം എല്ലാവരും ദുൽചന്ദിന്റെ അടുത്ത് പോയി കരയുകയാണ്. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ദുൽചന്ദിന്റെ ശരീരം കിട്ടിയത് കൊണ്ട് ശരിയായ രീതിയിൽ കർമ്മങ്ങളെല്ലാം ചെയ്യുകയാണ്. അടുത്ത സീനിൽ മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. പാറു പ്രസവത്തിന് ശേഷം പാലസിൽ വരികയാണ്. എല്ലാവരും പാറുവിനെയും മകളെയും സ്വീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. തുടർന്ന് അവർ വരികയാണ്. അവരെ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുകയാണ്. പാറു കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയം മറുവശത്ത് മോഹിനി ഒരു വീട്ടിന്റെ മുന്നിൽ പോയി ഡോറിൽ തട്ടുകയാണ്. അത് പാണ്ഡ്യ നിവാസാണ്. കുറെ നേരം തട്ടുമ്പോൾ ഒരാൾ ഡോർ തുറക്കുന്നു. ഡോർ തുറക്കുന്ന അയാളോട് മോഹിനി പാറുവിന്റെയും ശങ്കറിന്റെയും നാശമാണ് എന്റെ ഏക ലക്ഷ്യം, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് മോഹിനി ബോധം കെട്ടി വീഴുകയാണ്. ഈ സമയം മറുവശത്ത് ശങ്കർ പാറുവിനും കുഞ്ഞിനും ഒരുപോലെയുള്ള മാല ഇട്ടു കൊടുക്കുകയാണ്. ശേഷം പേരിടൽ ചടങ്ങിൽ കുഞ്ഞിന് ശിവി എന്ന് പേരിടാമെന്ന് ശങ്കർ പറയുമ്പോൾ അത് കേൾക്കുന്ന പാറു സേഹസ് എന്ന് ഇടാമെന്ന് പറഞ്ഞ് രണ്ടുപേരും തർക്കിക്കുകയാണ്. രണ്ടുപേരും പേരുകൾ പറഞ്ഞ് തർക്കിക്കുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയം കുഞ്ഞ് രണ്ടുപേരുടെയും വിരലിൽ പിടിക്കുന്നു. അത് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പാറുവും ശങ്കറും. തുടർന്ന് പേരിടൽ ചടങ്ങ് നടത്തുന്ന സ്ഥലത്ത് നിന്നും അലാറത്തിന്റെ സൗണ്ട് കേട്ട് എല്ലാവരും അവിടേക്ക് വരികയാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന അയാൾ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നത് കാണുന്ന ശങ്കർ അയാളെ അടിക്കുകയാണ്. അയാൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നതെന്നും അറിയാതെ അലാറം അടിച്ചതാണെന്നും പറയുന്നത് കേൾക്കുന്ന ശങ്കർ അയാളെ വെറുതെ വിടുകയാണ്. അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ശേഷം ചടങ്ങ് നടക്കുകയാണ്. കുഞ്ഞിന്റെ ജാതകം നോക്കുന്ന പൂജാരി ബായിൽ തുടങ്ങുന്ന പേരാണ് കുഞ്ഞിന് ഇടേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാവരും ഓരോ പേരുകൾ പറയുകയാണ്. ബൃന്ദ, ഭാവന, ഭൈരവി, ബബിത എന്നൊക്കെ കുറെ പേരുകൾ പറയുകയാണ്. അതെല്ലാം കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പാറുവും ശങ്കറും. പൂജാരിയുടെ കയ്യിൽ കുറച്ച് പേരുകൾ ഉണ്ടെന്ന് പറയുന്ന സമയം മുകളിൽ കെട്ടിയിരിക്കുന്ന ബലൂണ് പൊട്ടി പൂജാരിയുടെ പുറത്തേക്ക് വീഴുകയാണ്. ആ സമയം പൂജാരി കല്ലായി മാറുന്നു. അതെല്ലാം കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സീമയും സൗദാമിനിയും ബബ്ലിയും കല്ലായി മാറുന്നു. ഇതെല്ലാം മോഹിനിയുടെ പ്ലാൻ ആയിരുന്നു. മോഹിനിയാണ് ഡെക്കറേറ്ററെ വെച്ച് ഇതെല്ലാം ചെയ്തത്. കാരണം ശങ്കർ പാലസിന് ചുറ്റും മാന്ത്രിക വലയം ചെയ്തിരിക്കുന്നത് കൊണ്ട് മോഹിനിക്ക് പാലസിന്റെ അകത്ത് കയറാൻ കഴിയില്ല. അതുകൊണ്ടാണ് മോഹിനി ഈ വഴി സെലക്ട് ചെയ്തത്. മറുവശത്ത് പേടിയാകുന്ന പാറു കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ പാറുവിന്റെ കയ്യിൽ ബലൂണ് പൊട്ടി വീഴുകയും പാറുവിന്റെ കൈ കല്ലായി മാറുകയും ചെയ്യുന്നു. കല്ലായെങ്കിലും അവരെല്ലാവരും സംസാരിക്കുന്നത് പാറുവിനും ശങ്കറിനും കേൾക്കാൻ കഴിയും. അവർ പാറുവിനോടും ശങ്കറിനോടും രക്ഷപ്പെട്ടു പോകാൻ പറയുകയാണ്. ഈ സമയം മുത്തശ്ശിയും കല്ലായി മാറുന്നു. എല്ലാവരുടെയും നിർബന്ധപ്രകാരം പാറുവും ശങ്കറും കുഞ്ഞുമായി അവിടെ നിന്ന് പോവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ പാറുവിന് കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടി ശങ്കർ പാറുവിനെയും കുഞ്ഞിനെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്ന വഴി ശങ്കറിന്റെ മുന്നിൽ ഒരു ടൈഗർ വരികയാണ്. ടൈഗർ ശങ്കറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശങ്കർ ടൈഗറിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ്. മറുവശത്ത് പാറുവിന്റെ അടുത്ത് 3 മുഖംമൂടികൾ വരികയാണ്. അവരെ കാണുന്ന പാറു നാഗമാകാൻ ശ്രമിക്കുമെങ്കിലും അതിന് പാറുവിന് കഴിയുന്നില്ല. അവരുടെ കയ്യിലുള്ള ചാട്ടവാർ കൊണ്ട് അവർ പാറുവിനെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കുന്ന പാറു അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്.
നോക്കുകയാണ്. ഓടി ഓടി പാറു ഒരു കൊക്കയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവരും അവിടെ വരുന്നു. പാറു പേടിക്കാതെ ധൈര്യത്തോടെ അവരെ നേരിടുകയാണ്. പാറുവിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ എതിർക്കുകയാണ് പാറു. ആ സമയം അവിടെ ശങ്കർ വരുന്നു. ശങ്കർ ഒരു നാഗമായി മാറി മുഖംമൂടികളെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അതിലൊരു മുഖംമൂടി മകുടി ഊതുകയാണ്. മകുടിയുടെ സൗണ്ട് കേൾക്കുന്ന ശങ്കർ സാധാരണ രൂപത്തിലാകുന്നു. ശങ്കറിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. ആ സമയം അതിലൊരാൾ മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്ന് അവരുടെ രണ്ടുപേരുടെയും ചുറ്റും ഒഴിക്കുകയാണ്. ഈ സമയം പാറുവിന്റെ ശരീരം പകുതിയോളം കല്ലായി മാറിക്കഴിഞ്ഞു. ശങ്കറിന് ഇതെല്ലാം കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ. മകുടിയുടെ സൗണ്ട് കാരണം ശങ്കർ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം അവരുടെ ചുറ്റും തീ കത്തിക്കാൻ വേണ്ടി മുഖം മൂടി ഒരു പ്രത്യേകതയുള്ള ലൈറ്റർ എടുക്കുന്നത് നാഗക്കണ്ണുകൊണ്ട് പാറു കാണുകയാണ്. മണ്ണെണ്ണ ഒഴിക്കാൻ വേണ്ടി വന്ന മുഖംമൂടിയുടെ വിരലിലെ മോതിരവും പാറു ശ്രദ്ധിക്കുന്നു. ശേഷം പാറു മുഴുവനായി കല്ലായി മാറുകയാണ്. അത് കാണുന്ന ആ മുഖംമൂടികൾ അവിടെ നിന്നും പോകുന്നു. പാറു കല്ലായത് കൊണ്ട് വിഷമിച്ചു നിൽക്കുന്ന ശങ്കർ പാറുവിനും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരെ ശക്തി പ്രയോഗിച്ച് ഒരു മാന്ത്രിക വലയത്തിന്റെ അകത്താക്കുകയാണ്. അതിനുശേഷം ശങ്കറിന്റെ ശരീരം മുഴുവൻ തീ പിടിക്കുകയും ശങ്കർ ഭസ്മമായി പോവുകയും ചെയ്യുന്നു. പാറു ആ മാന്ത്രിക വലയത്തിന്റെ അകത്ത് തന്നെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ ശങ്കറിനെയും കുഞ്ഞിനെയും സ്വപ്നത്തിൽ കണ്ട് പാറു ചാടി എഴുന്നേൽക്കുകയാണ്. പാറുവിനോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീ പാറുവിനെ കാട്ടിൽ നിന്നാണ് കിട്ടിയതെന്ന് പറയുകയാണ്. കാട്ടിൽ എന്റെ കുഞ്ഞും ശങ്കറും ഉണ്ടായിരുന്നില്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ പാറുവിനെ മാത്രമാണ് കാട്ടിൽ നിന്ന് കിട്ടിയുള്ളൂ എന്ന് ആ സ്ത്രീ പറയുന്നത് കേൾക്കുന്ന പാറു അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ശേഷം പാറു ആ കൊക്കയുടെ അടുത്തേക്കാണ് വരുന്നത്. അവിടെ വരുന്ന പാറുവിന് അന്ന് നടന്നതെല്ലാം ഓർമ്മ വരികയാണ്. കല്ലായിരുന്ന പാറു ശരിയായി എങ്കിൽ പാലസിലുള്ള എല്ലാവരും ശരിയായി കാണും. അപ്പോൾ കുഞ്ഞും ശങ്കറും പാലസിൽ കാണും എന്ന് മനസ്സിലാക്കുന്ന പാറു പാലസിലേക്ക് പോവുകയാണ്. പാലസിൽ പോകുന്ന പാറു അവിടെ കാണുന്ന ഒരാളോട് ദുൽജന്തിനെയും ശങ്കറിനെയും കുറിച്ച് ചോദിക്കുകയാണ്. 5 വർഷം മുമ്പാണ് അവർ ഇവിടെ താമസിച്ചിരുന്നത്. അവർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് പാണ്ഡ്യ നിവാസിലെ ആളുകളാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പാറു ഷോക്കിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പാറുവിനെല്ലാം മനസ്സിലാകുന്നത്. 5 വർഷം മുമ്പാണ് പാറുവിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചത്. 5 വർഷം മുമ്പാണ് പാറു കല്ലായി മാറിയത്. പിന്നെ എപ്പോഴാണ് ഇതെല്ലാം ശരിയായി മാറിയത് എന്നുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ച് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പാറു. അപ്പോൾ അയാൾ പാറുവിനോട് 5 വർഷം മുമ്പ് ഈ പാലസിൽ ഉണ്ടായിരുന്ന മോഹിനി ഇപ്പോഴും പാണ്ഡ്യ നിവാസുകാരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ട് ഞെട്ടലോടെയും ദേഷ്യത്തോടെയും നിൽക്കുകയാണ് പാറു. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. ശങ്കറിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട പാറു ഇനി പ്രതികാരത്തിലേക്ക്. അടുത്ത പുതിയ ചാപ്റ്ററുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്